ഗുഡ് മോർണിംഗ്, വെൽക്കം ടു +1 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലെജിസ്ലേച്ചർ എന്ന പാഠഭാഗത്തിലെ എന്താണ് ലെജിസ്ലേച്ചർ എന്നും ബൈക്യാമറൽ ലെജിസ്ലേച്ചറും യൂണിക്യാമറൽ ലെജിസ്ലേച്ചർ ഏകമണ്ഡല സമ്പ്രദായവും ദ്വിമണ്ഡല സമ്പ്രദായവും ലോകസഭ, രാജ്യസഭ എന്നീ സഭകളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാർലമെൻറ്റിൻ്റെ ചുമതലകളെക്കുറിച്ചാണ്. വാട്ട് ഡസ് ദ പാർലമെൻറ്റ് ഡു? പാർലമെൻറ്റ് എന്തെല്ലാമാണ് ചെയ്യുന്നത്? ഈ ചിത്രത്തിൽ കാണിച്ച പോലെ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും ധർമ്മങ്ങളും: നിയമനിർമ്മാണപരം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ, സാമ്പത്തിക അധികാരങ്ങൾ, പ്രതിനിധാനം, ചർച്ചാപരമായ ചുമതല, ഭരണഘടന സംബന്ധിച്ച അധികാരങ്ങൾ, ജുഡീഷ്യൽ ധർമ്മങ്ങൾ, തെരഞ്ഞെടുപ്പ് ധർമ്മങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ പോലെ ഒരു പരമാധികാര സഭയല്ല. എങ്കിലും ഭരണഘടനാ ശില്പികൾ ഇന്ത്യൻ പാർലമെൻറ്റിനെ സർക്കാരിൻ്റെ വേണ്ടത്ര ശക്തവും പ്രധാനപ്പെട്ടതുമായ ഘടകമാക്കി തീർത്തിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ ജോലിയും ധർമ്മങ്ങളും വിപുലമായി ഭരണഘടനയിലെ വിവിധ ആർട്ടിക്കിളുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ്ഡ് അബൌട്ട് ദി ലെജിസ്ലേച്ചർ. വാട്ട് ഈസ് ലെജിസ്ലേച്ചർ? വാട്ട് ആർ ദ different types of legislature: unicameral and bicameral legislature, Lok Sabha and Rajya Sabha. Today we are going to discuss about functions and role of parliament, or what does the parliament do. As this picture denotes, functions and role of parliament are legislative functions, control over executive, financial powers, constituent powers, judicial function, എലക്റ്റീവ് ഫംഗ്ഷൻ. ഒന്നാമത്തെ ഫംഗ്ഷൻ പരിശോധിക്കാം. നിയമനിർമ്മാണപരമായ ധർമ്മങ്ങൾ. കേന്ദ്ര പട്ടികയിൽപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. കൺകറൻറ്റ് പട്ടികയിലെ വിഷയങ്ങളെ ആധാരമാക്കിയും പാർലമെൻറ്റിന് നിയമം നിർമ്മിക്കാം. സംസ്ഥാന പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് രാജ്യസഭ പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്രകാരം പ്രവർത്തിക്കാനും പാർലമെൻറ്റിന് അധികാരമുണ്ട്. അടിയന്തരാവസ്ഥാ വേളയിൽ സംസ്ഥാന പട്ടികയിലെ ഏതു വിഷയത്തിലും പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താം. അടുത്തത് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കലാണ്. പാർലമെൻറ്റ് എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നു. പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോകസഭയോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ലോകസഭയുടെ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ മന്ത്രിസഭയ്ക്ക് അധികാരത്തിൽ തുടരുവാൻ കഴിയൂ. പാർലമെൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് മന്ത്രിമാർ. ലോകസഭ അവിശ്വാസ പ്രമേയം അംഗീകരിച്ചാൽ മന്ത്രിസഭയ്ക്ക് രാജിവെക്കേണ്ടി വരും. സർക്കാർ അവതരിപ്പിക്കുന്ന ബില്ലോ ബജറ്റോ ലോക്സഭ നിരാകരിക്കുകയാണെങ്കിൽ അത് അവിശ്വാസ വോട്ടായി കണക്കാക്കാം. ലോകസഭയിലെ അംഗങ്ങൾക്ക് സഭ നിർത്തിവെക്കൽ പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം എന്നിവ കൊണ്ടുവരുന്നതിനോ സർക്കാരിൽ നിയന്ത്രണം ചെലുത്തുന്നതിനായി മന്ത്രിമാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോ അധികാരം ഉണ്ടായിരിക്കും. പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി പാർലമെൻറ്റ്, ഓർ വാട്ട് ഡസ് ദ പാർലമെൻറ്റ് ഡു? The Parliament of India is not a sovereign body like the British Parliament. However, the makers of the Indian Constitution made the Union Parliament a sufficient, strong and important organ of the government. The functions and role of Parliament are extensive and are mentioned in various articles of the Constitution. First function, legislative function. Parliament has the power to make laws on all subjects included in the Union list. It can also make laws on subjects mentioned in the concurrent list. In the Rajya Sabha empowers the Parliament to legislate on a subject mentioned in the state list. It may do so. In times of general emergency, Parliament may make laws in respect of any subject included in the state list. Parliament also makes laws on procedure subjects. Control over executive. The Parliament controls the executive.
The Union Council of Ministers with the Prime Minister at the head shall be collectively responsible to the Lok Sabha. That is, the Council of Ministers can remain in office only if it enjoys the confidence of the Lok Sabha. Ministers are chosen from the Parliament. When the Lok Sabha passes a vote of censure or a non-confidence motion, the Council of Ministers has to resign. In the case the Lok Sabha rejects a government bill or a budget, it shall be considered as a vote of no confidence. The members of the Parliament may raise adjournment motions, introduce call attention motion, and ask questions to the ministers in order to exercise their control over the government. മൂന്നാമത്തെ പാർലമെൻറ്റിൻ്റെ ധർമ്മമാണ് ഫിനാൻഷ്യൽ പവർ, സാമ്പത്തിക അധികാരങ്ങൾ. ദേശീയ ഖജനാവിന്മേലുള്ള നിയന്ത്രണം പാർലമെൻറ്റിൻ്റെ അധികാരത്തിലൊരു പ്രധാന ഘടകമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിന് ലെവി അഥവാ ടാക്സ് കൊണ്ടുവരുന്നതിനും നികുതികൾ ചുമത്തുന്നതിനും അധികാരമുണ്ട്. റവന്യൂ ഉയർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ധനാഭ്യർത്ഥനകളും പാർലമെൻറ്റ് അംഗീകരിക്കേണ്ടതുണ്ട്. പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടെയും അതിൻ്റെ അധികാരത്തിന് കീഴിലുമല്ലാതെ നികുതി ചുമത്തുന്നതിനോ ലെവി ഏർപ്പെടുത്തുന്നതിനോ സാധിക്കുകയില്ല. ഓരോ വർഷവും ധനകാര്യമന്ത്രി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റിലെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് പണം അനുവദിക്കപ്പെടുന്നത്. ഫിനാൻഷ്യൽ പവേഴ്സ്. കൺട്രോൾ ഓവർ ദി നാഷണൽ പർസ്യൂ ഇൻ ആൻ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓർ പാർലമെൻ്ററി അതോറിറ്റി. The Indian Parliament has the power to levy or modify taxes. All revenue raising proposals as well as grant for expenditure are passed by the Parliament. No taxes can be levied and expenditure incurred except under the authority and with the approval of the Parliament. The money is sanctioned through budget proposal which the finance ministers place before the Parliament every year. അടുത്തതാണ് പ്രതിനിധാനം. പാർലമെൻറ്റിലെ അംഗങ്ങൾ പല പ്രദേശങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരായതിനാൽ വിവിധ പ്രദേശങ്ങളെ സാമൂഹിക, സാമ്പത്തിക, മതവിഭാഗങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ സ്വാഭാവികമായും പാർലമെൻറ്റ് പ്രതിനിധാനം ചെയ്യുന്നു. ചർച്ചാപരമായ ചുമതല. രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ചർച്ചാ വേദിയാണ് പാർലമെൻറ്റ്. ചർച്ചകൾ നടത്തുന്നതിനായി പാർലമെൻറ്റിനുള്ള അധികാരത്തിന് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. ഭയരഹിതമായി ഏതൊരു വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ അതിലെ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന ഏതു പ്രശ്നത്തെക്കുറിച്ചും വിശകലനം നടത്താൻ പാർലമെൻറ്റിൻ്റെ ഇത് പ്രാപ്തമാക്കുന്നു. ജനാധിപത്യപരമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പ്രധാന ഭാഗമാണ് ഈ ചർച്ചകളെന്ന് നിസ്സംശയം നമുക്ക് പറയാം. Constituent powers. The Parliament has the power to amend the Constitution. Amendments to the Constitution can be initiated only in the Parliament, except in the case mentioned in Article 368, where ratification of the states is necessary. The Parliament alone has the power to amend the Constitution. Then ഭരണഘടനാപരമായ അധികാരങ്ങൾ. ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. ഭരണഘടനാ ഭേദഗതികൾ പാർലമെൻറ്റിൽ മാത്രമേ അവതരിപ്പിക്കാൻ കഴിയൂ. ആർട്ടിക്കിൾ 368 പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളുടെ സ്ഥിരീകരണം സംബന്ധിച്ച സന്ദർഭങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായ്പ്പോഴും പാർലമെൻറ്റിന് മാത്രമേ ഭരണഘടനാ ഭേദഗതി ചെയ്യുവാൻ കഴിയൂ. നീതിന്യായ ചുമതലകൾ. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. അതുപോലെ തന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവിടങ്ങളിലെ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളും പാർലമെൻറ്റിന് പരിഗണിക്കാം. തെരഞ്ഞെടുപ്പ് ധർമ്മങ്ങൾ. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും തെരഞ്ഞെടുപ്പിൽ ഇരു സഭകളും പങ്കാളിത്തം വഹിക്കുന്നു. റെപ്രസെൻറ്റേഷൻ. പാർലമെൻറ്റ് റെപ്രസെൻറ്റ്സ് all people from the diverse society of India. Parliament ensures the participation of such members in the discussions. Then debating function. Every member of the parliament has the power to address the parliament or ask questions
to any ministers without any fear and favor. The members of the parliament has certain privileges to address the parliament. Judicial function. One of the house of the parliament is converted into a court of impeachment for removal of the president. Elective function. Both house takes parts in the election of the president and vice president of India. ലോക്സഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങൾ. പാർലമെൻറ്റ് പൊതുവായി നിർവഹിക്കുന്ന ധർമ്മങ്ങളാണ് നാം നേരത്തെ പറഞ്ഞത്. എന്നാൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയിൽ ഈ രണ്ട് സഭകൾക്ക് വെവ്വേറെ നിർവഹിക്കാനുള്ള ചില അധികാരങ്ങളുണ്ട്. അവ താഴെ പറയുന്നു. ലോകസഭ യൂണിയൻ ലിസ്റ്റും കൺകറൻറ്റ് ലിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുക, ധനേതര ബില്ലുകൾ അവതരിപ്പിക്കുക, നിയമനിർമ്മാണം നടത്തുകയും ചെയ്യുക. എന്നാൽ രാജ്യസഭ ധനേതര ബില്ലുകൾ പരിഗണിക്കുകയും പാസാക്കുകയും ചെയ്യുന്നു. ധനബില്ലുകളിൽ ഭേദഗതികൾ നിർദ്ദേശിക്കാൻ മാത്രമേ രാജ്യസഭയ്ക്ക് അധികാരമുള്ളൂ. ലോക്സഭ വാർഷിക സാമ്പത്തിക കണക്കുകൾ, നികുതി ചുമത്തൽ, ബജറ്റ് തുടങ്ങിയ പ്രമേയങ്ങൾ അംഗീകരിക്കുന്നു. രാജ്യസഭ ഭരണഘടനാ ഭേദഗതികൾക്ക് അനുമതി നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ലോക്സഭ കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നു. ചോദ്യങ്ങൾ, അനുബന്ധ ചോദ്യങ്ങൾ, പ്രമേയങ്ങൾ, അവിശ്വാസ പ്രമേയങ്ങൾ എന്നിവ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. രാജ്യസഭയിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടും കാര്യനിർവഹണ വിഭാഗത്തിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അവകാശം ലോക്സഭയ്ക്ക്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സുപ്രീം കോടതി ജഡ്ജിമാർ, ഹൈക്കോടതി ജഡ്ജിമാർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പങ്കെടുക്കുക. കൂടാതെ വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്ന നടപടികളിൽ രാജ്യസഭ പങ്കാളിയാണ്. അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം അംഗീകരിക്കുക. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുക്കുക. ഹൈക്കോടതികളെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരെ നീക്കം ചെയ്യുക. കമ്മിറ്റികൾ, കമ്മീഷനുകൾ എന്നിവ രൂപീകരിക്കുക. അവയുടെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയും ചെയ്യുക. ഇതൊക്കെ ലോക്സഭയുടെ പ്രത്യേക അധികാരങ്ങളാണ്. എന്നാൽ രാജ്യസഭ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിന് അധികാരം യൂണിയൻ പാർലമെൻറ്റിന് നൽകാനുള്ള അധികാരമുള്ളത് രാജ്യസഭയ്ക്കാണ്. പവേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. വി ഡിസ്കസ്ഡ് ദി ഫംഗ്ഷൻ ഓഫ് ദി പാർലമെൻറ്റ്, ലോക്സഭ ആൻഡ് രാജ്യസഭ. ദ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ദി ലോക്സഭ ആൻഡ് രാജ്യസഭ ആർ ഡിഫറെൻറ്റ്. ഒബ്സർവ് ദ ഫോളോയിങ് ടേബിൾ. Powers of the Lok Sabha. Make laws on matters include in union list and concurrent list. Lok Sabha introduces and enact money and non-money bills. Lok Sabha approves taxation and budget proposals. But in Rajya Sabha approves non-money bills. It approves constitutional amendments. It controls the executive through questions, debates, etc. Lok Sabha control the executive. This is done through question, debates, non-confidence motion, etc. Lok Sabha amends the constitution. Lok Sabha approves the proclamation of emergency. Lok Sabha elects the president and vice president. Lok Sabha removes judges of Supreme Court and High Court. Lok Sabha set up committees and commissions and considered their reports. But in Rajya Sabha participates in the election and removal of president and vice president. Rajya Sabha participate in the removal of judges of Supreme Court and High Court. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞത് ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് പാർലമെൻ്റ് ആണ്. രണ്ട് ചോദ്യങ്ങളാണ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ആൻഡ് റോൾ ഓഫ് ദി പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം ചുരുക്കി വിശദീകരിക്കുക. രണ്ടാമത്തത് ഡിഫറൻസസ് ബിറ്റ്വീൻ ദി പവേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് പവേഴ്സ് ഓഫ് രാജ്യസഭ. ലോകസഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങളെ പ്രത്യേകമായി പട്ടികപ്പെടുത്താം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.